വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റി പറഞ്ഞതാണ് ഇയാൾക്ക്. ഇത് 2 പ്രഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന 2 പ്രഭാഷണങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന്, നമുക്ക് ഏവർക്കും സുപരിചിതനായ വസന്തം മാഷിൻ്റെ പ്രഭാഷണം. അദ്ദേഹം ജീൻ ക്രിസ്റ്റഫറിൻ്റെ റൊമൈൻ റോളൻഡിൻ്റെ ജീൻ ക്രിസ്റ്റഫർ എന്ന കൃതിയാണ് ഇന്നിവിടെ പ്രഭാഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞിരുന്നത് കുറ്റവിശിക്ഷയായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും പ്രഭാഷണം ഏതാണ്ട് വിഷയം ഏതാണ്ട് ഒരുപോലെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാറ്റിയത്. രണ്ടാമത്തെ പ്രഭാഷണം രാജകുമാരി വിനോദിൻ്റെ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ളതാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഒരു സങ്കീർത്തനം പോലെ എന്ന ഈ പുസ്തകം ദോസ്തോവ്സ്കിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പെരുമ്പടവം തന്നെ പറയുന്നത് ജീവചരിത്രകാരന്മാരും മറ്റ് വിമർശകരും ഒക്കെ എടുത്തു കാണിച്ചിട്ടുള്ള ഡോസ്റ്റോവ്സ്കിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഡോസ്റ്റോവ്സ്കിയെ വരച്ച് കാണിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജീവചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അദ്ദേഹം കള്ളുകൂടിയനാണ്, ചൂതാട്ടക്കാരനാണ്, പിന്നെ അസന്മാർഗവാദിയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തു കാണിച്ച് ഒരിക്കലും ഒരു അനുകരണത്തിന് വിധേയനാകാൻ സാധ്യമാകാത്ത തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ, അതും മോശമായ സ്വഭാവങ്ങൾ മാത്രം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ദോസ്തോവ്സ്കിയെ എല്ലാ ജീവചരിത്രകാരന്മാരും വരച്ച് കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം സ്വഭാവവിശേഷങ്ങൾ ഒക്കെ വരുന്നത് അദ്ദേഹത്തിൻ്റെ വൈചിത്ര്യമാർന്ന മനസ്സിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ സങ്കീർണമായ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ, ഇത്രയൊക്കെ എഴുതാൻ കഴിവുള്ളതായ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വരുന്നതായ പല ഭാവങ്ങളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വളരെ വിശദമായ, വീണ്ടും വീണ്ടും വായനാസുഖം നമുക്ക് തരുന്ന ഒരു കൃതിയായിട്ടാണ് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നല്ല വായനാസുഖമാണ്. കാരണം ഇതൊന്നും ദോസ്തോവ്സ്കിയുടെ സ്വഭാവ ദൂഷ്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന, വൈചിത്രമാർന്ന സ്വഭാവത്തിൽ നിന്ന് വരുന്ന ചില ഭാവങ്ങൾ, ചില നിലനിൽപ്പിന് വേണ്ടിയുള്ളതായ സ്ട്രഗ്ലിംഗ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതായ സമരമുഖത്ത് നിന്ന് അദ്ദേഹത്തിന് വന്നു ചേരുന്നതായ സ്വഭാവവിശേഷങ്ങളായിട്ട് ആവിഷ്കരിക്കുകയും അന്നയുമായിട്ട് കണ്ടുമുട്ടുന്ന സന്ദർഭം മുതലുള്ളതായ ചില എന്താ പറയുന്നത്, പ്രത്യേക സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വിശേഷണങ്ങളുമൊക്കെ ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പുസ്തകമാണ് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ. അതിന് ബൈബിളുമായിട്ട് വളരെയേറെ ബന്ധം കാണുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചാണ് രാജകുമാരി വിനോദ് സംസാരിക്കുന്നത്. ആദ്യത്തെ പ്രഭാഷണം രാജകുമാരി വിനോദിൻ്റെ ആയതുകൊണ്ട് ഞാൻ അവരെ സ്നേഹപൂർവ്വം പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു.